അലിസ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. നമുക്ക് വേണ്ട പരിപാടിയാണോ ഈ വെണ്ടക്ക അരിയുന്നതാണോ? ഇച്ചാൻ ഇഷ്ടമുള്ള പച്ചക്കറി അല്ല ഇച്ചാൻ കെട്ട കണക്കിന് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് എന്തെങ്കിലും അരിയാൻ എടുക്കും പറയും ഇത് ശരിയാവത്തില്ല കേട്ടോ, ഇത് ശരിയാവത്തില്ല. എന്റെ പൊന്നെ അലിസ, വെണ്ടക്ക അരിയണ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, നീ അങ്ങോട്ട് വെച്ചത്. പിന്നെന്തുവാ അലിസേ, ആ ഈ ജോലിക്കാരിയെ നമുക്ക് ഈ വീട്ടിൽ ആവശ്യമുണ്ടോ? ഓ ആ കാര്യം അത് നമ്മൾ ഈ ജോലിക്കാരുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോ തൊട്ട് പറഞ്ഞല്ലേ ഇച്ചായ, ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? അത് നമ്മൾ ഫിക്സ് ചെയ്ത് പോയില്ലേ? ജോലിക്കാരി ഇന്ന് വരും, ഇച്ചായൻ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട, അവർക്കുള്ള പൈസ എന്റെ അപ്പച്ചൻ കൊടുക്കുകയും ചെയ്യും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതെല്ലാം ഓക്കെയാണ്. ഞാൻ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു കുടുംബ അന്തരീക്ഷം, ഞാനും നീയും മാത്രമായിട്ടുള്ളൊരു സിറ്റുവേഷൻ. നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? നിനക്ക് സ്നേഹം കൂടുമ്പോൾ, പൊസസീവ്നെസ് കൂടുമ്പോൾ നീ മിക്കവാറും എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ് ചെയ്യാറ്. ഈ വഴക്കുണ്ടാക്കുമ്പോൾ മൂന്നാമതൊരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അവർ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ വേറൊരു ആംഗിളിലായിരിക്കും. ഈ ആംഗിളിൽ മൂന്നാമത്തെ വ്യക്തി വെളിയിൽ പോയി പറയുമ്പോൾ നാലാമതൊരാൾ ഇത് കാണുന്നത് വേറൊന്നിലായിരിക്കും. അഞ്ചാമത് പറയുമ്പോഴേക്കും ഈ വീട്ടിൽ ഏറ്റവും വഴക്കുണ്ടാക്കുന്നതും ഏറ്റവും അടുപ്പമില്ലാത്തതുമായിരിക്കും നമ്മൾ രണ്ടുപേരും. എന്തിനാ വെറുതെ പഴിയേക്കുന്നത്? ഇങ്ങനെ ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ആളിലേക്കൊക്കെ എത്തുമ്പോഴില്ലേ ഇവിടെ നടന്നൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്. ഭയങ്കര മോശമാണ്. അതാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഈ നിമിഷം ഈ അടുക്കളയിൽ വെച്ച് ശപഥം ചെയ്യണം, ഇനി തൊട്ട് നമ്മൾ തമ്മിൽ യാതൊരു വഴക്കും ഉണ്ടാവത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ആളുള്ളപ്പോ കുഴപ്പമില്ലല്ലോ ഇച്ചായ. അലിസ, ഈ തീരുമാനം എടുക്കേണ്ടത് നീയാണ്, ഞാനല്ല. ഞാൻ എന്ത് തീരുമാനം? നീയാണ് വഴക്കുണ്ടാക്കുന്നത്. ഇച്ചായ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടിയടിച്ചാൽ മാത്രം ശബ്ദം ഉണ്ടാകത്തില്ല, രണ്ട് കൈയും അടിക്കണം. അപ്പൊ എന്നെ പോലെ തന്നെ ഉത്തരവാദിത്തം ഇച്ചാനും ഉണ്ട് വഴക്കടിക്കുന്ന കാര്യം. എന്താ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അത് മറച്ചു വെച്ചിട്ട് നീ എന്നെ കൂടെ കുറ്റക്കാരനാക്കുന്നെങ്കിൽ ആക്കിക്കോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ഈ സ്വകാര്യത നമുക്ക് നഷ്ടപ്പെടും. വഴക്കുണ്ടാക്കാനും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് പോകും. ഇച്ചായന് സ്വകാര്യമായിട്ട് എന്നെ സ്നേഹിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. എന്തായാലും വേലക്കാരി അടുക്കളയിലല്ലേ നിൽക്കുന്നത്, നമുക്ക് സ്വകാര്യമായിട്ട് സ്നേഹിക്കണമെന്ന് തോന്നുമ്പോൾ ഇവിടെ എന്തോരം മുറികളുണ്ട്, അവിടെ പോയി സ്നേഹിക്കാം. ഏടാ ഇച്ചാൻ അക്കാര്യം ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ഇവിടെ വേലക്കാരി വരും. മോന് വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഉണ്ടോ? അപ്പൊ ഇനി വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും മോനെ അന്വേഷിക്കേണ്ട കേട്ടാ. പറ്റിയാ വെണ്ടൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കി. എന്ത് പറഞ്ഞിട്ടും കൺവിൻസ് ആവുന്നില്ലല്ലോ. ഇതിപ്പോ ഞാൻ എന്നാ ചെയ്തെന്നാ ഡോക്ടറെ പറയുന്നത്? ആലീസിനെ ഒതുക്കാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു. ആലീസിന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിപ്പോ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ പൊന്നു പവിത്രം, എന്നാലും ഇമ്മാതിരി വൃത്തികേട് എന്നെ കുറിച്ച് പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും നടന്നു? അതുമില്ല. അല്ല, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇപ്പം മനസ്സിലായില്ലേ? ആലീസിന്റെ പുറമേ ഉള്ളൂ സംശയമുള്ളൂ, ഉള്ളിലൊന്നും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ ഡോക്ടർക്ക് ഏത് വേണോട് വേണം സംസാരിക്കാമല്ലോ. പവിത്രൻ ആലീസിനെ ശരിക്കും അറിയാൻ പാടില്ല കേട്ടാ. ഇത് സംശയം ഇല്ലാത്തോണ്ടൊന്നും അല്ല, അവക്ക് വാശിയാ. ഒരു വാശി പിടിച്ചു, അത് ജയിക്കാൻ വേണ്ടി അവൾ ഏത് അറ്റം വരെയും പോകും. അത് നല്ല സംഭവം ഉള്ളത്. നമുക്ക് ആ വഴി ഒരു ചെറിയൊരു നമ്പർ ഇറക്കി നോക്കിയാലോ? മനസ്സിലായില്ല? ഡോക്ടർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു പഴുത് കിടപ്പുണ്ട്. എന്നാന്ന് പറ. ആലീസിന്റെ സംശയം മാറിയിട്ടില്ലെന്നല്ലേ ഡോക്ടർ പറയുന്നത്? അവളുടെ സംശയം മാറണമെങ്കിൽ അവൾ മരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ആലീസിന്റെ ആഗ്രഹം പോലെ മീനാക്ഷി വരട്ടെ. മീനാക്ഷി വന്നു കഴിയുമ്പോൾ ആലീസിന് സന്തോഷവും. അന്നേരം സാർ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? എന്നാ? സാർ ആ മീനാക്ഷിയായിട്ട് കൂടുതൽ അടുത്തിടപെടണം. കൊഞ്ചുക, കൊഴയുക, പുകഴ്ത്തുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ കാണാൻ നേരത്ത് ആലീസിന് സഹിക്കുവോ? പതുക്കെ 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 ഇതിന്റെ ഗ്രേഡ് കൂട്ടിക്കൊണ്ട് വരണം. ആലീസിന്റെ കൺട്രോൾ പോകും ഉറപ്പാ. 2 ദിവസം അല്ല പോട്ടെ, ഒരു 3 ദിവസം. 3 ദിവസം കഴിയുമ്പോൾ എനിക്ക് കോള് വരും, എന്റെ പവിത്ര മര്യാദയ്ക്ക് മീനാക്ഷി ഇവിടെ ഇറക്കിക്കൊണ്ട് പോകാൻ പറഞ്ഞുകൊണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? എന്ത് ഈ ആലോചിക്കുന്നു? ഡോക്ടർ കാര്യം നടന്നു കിട്ടിയാ പോരെ? അല്ല, ഐഡിയ കൊള്ളാം. പക്ഷെ ഈ കൊഞ്ചലും കുഴയലെന്നൊക്കെ പറയുമ്പോൾ എനിക്കത്ര ശീലമില്ലാത്ത പരിപാടിയാണ്. ഞാൻ ആകെ ചെയ്യണത് ആലീസിൻ്റെ അടുത്താണ്. അതിനൊരു പരിധിയുണ്ട്, പിന്നെ പ്രൈവസിയും വേണം. പഞ്ചാര അടിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. സാറിനൊക്കെ അത്യാവശ്യം പഠിത്തവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതല്ലേ? അതുകൊണ്ട് എന്നിട്ടൊരു പെണ്ണിനെ പഞ്ചാര അടിക്കാൻ അറിയാൻ മേലെന്ന് പോലും. സാറൊക്കെ പിന്നെ എന്നത്തിനാ പഠിച്ചത്? വെറ്റിനറി കോളേജിൽ ഞാൻ പഠിച്ചതേ മൃഗങ്ങളെ ചികിത്സിക്കാനാണ്, അല്ലാതെ പഞ്ചാര അടിക്കാനല്ല. ഇതൊന്നും പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന സാധനമല്ല പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉള്ളിൽ നിന്നും പറഞ്ഞു, ഉള്ളിൽ നിന്ന്.
എനിക്കറിയാവുന്ന 2-3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആ, പറ. ഇത് തെറ്റാതെ പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എന്താ പറയുന്നു? പറ. ഈ നമ്പർ ഇറക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ആലീസിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവം ഇത്, അല്ലാതെ മീനാക്ഷിയെ വളയ്ക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാ വൃത്തിയാടാ പവിത്രായി പറയുന്നേ? ഒരു കാര്യം പറ. എങ്കിൽ പിന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇത് അറിഞ്ഞില്ല ഇതുവരെ. അറിയാൻ സൗകര്യമില്ല. ആണോ? ഓഹോ, എന്ത് ഇതിന് മാത്രം ഇരുന്ന് ആലോചിക്കുന്നത്? എന്തൊക്കെ ആലോചിക്കാം. ഞാൻ ആലോചിക്കണൊക്കെ നിന്റെ അടുത്ത് പറയാൻ പറ്റും. എന്നാ ഇക്കാര്യത്തിൽ അധികം ആലോചിക്കണ്ട. ഏത് കാര്യത്തില്? ഇച്ചായനൊരു ധാരണയുണ്ട്. ഇച്ചായൻ ഭയങ്കര ബുദ്ധിമാനാണ്. ഇച്ചായൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇച്ചായൻ പറയുന്നതാണ് ശരിയെന്ന്. ചിലപ്പോ എല്ലാ കാര്യത്തിലും അങ്ങനെ ആവണമെന്നില്ല ഇച്ചായ. ഈ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്താണെന്ന് ഇച്ചായൻ കണ്ടു. ബുദ്ധിയല്ല, ബുദ്ധി. അത് തന്നെ. മനസ്സിലായാലും എന്താണ്? മനസ്സിലായി. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു. എന്റെ പൊന്നുമോക്ക് ഒരുപാട് കഴിവുണ്ട്. ഒരിക്കലും നിനക്ക് കഴിവില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കണ്ട. പിന്നെ വീട്ടിൽ ഒരു സംഭവം നടക്കുമ്പോൾ പരസ്പരം ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അതിന്റെ പോരായ്മകളെ കുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നല്ലതും ചീത്തയും എല്ലാം. എടുക്കാമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ വേണ്ട. ഒരിക്കലും നടക്കാത്ത കാര്യത്തിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. കളയണ്ടെന്നേ. എന്താന്ന് വെച്ചാൽ നീ അനുഭവിച്ചോ. ഞാൻ അനുഭവിച്ചോളാന്ന്. വരുന്നതിന്റെ വരുംവരായകൾ നിന്റെ തന്നെ ആയിരിക്കും. ഞാൻ അനുഭവിച്ചോളാം. അതുമായിട്ട് ഞാൻ ഇച്ചാൻ എടുത്ത് വരത്തില്ല. എന്റെ അടുത്ത് വന്നാ ഞാൻ ഇങ്ങ് എടുക്കാൻ പോവല്ലേ. ഞാൻ വരത്തില്ല. അല്ലെങ്കിൽ ഇങ്ങ് വാ. എന്താ വെച്ചാ ചെയ്തോടി, എനിക്ക് ഒരു പ്രശ്നവുമില്ല. നല്ല വിഷമുണ്ടല്ലേ? എന്തിന്? നിനക്ക് വിഷമമുണ്ട്. നിന്റെ മുഖം നല്ല നന്നായിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഉണ്ട് നിന്റെ മുഖം. ഇഞ്ചി കടിച്ച കൊരങ്ങി. എനിക്ക് ഒരു കുഴപ്പമില്ലടി, ഒരു കുഴപ്പമില്ല. സത്യം വരണം. ചെല്ല്. എടി ആലിസേ, നിനക്ക് ഞാൻ പണി തന്നു. പാലും വെള്ളത്തിൽ നിനക്ക് ഞാൻ പണി തന്നിരിക്കും മോളെ.